ഇയോണൊക്കെ കുറഞ്ഞ റേറ്റിന്റെ ആട്ടോ ഇയോണ്. ഇയോൺ ഏതാ മോഡൽ? ലാസ്റ്റ് നമുക്ക് 1.50 നമുക്ക് നെറ്റ് 1.50. ഏതാ മോഡൽ വരുന്നത്? 2015 വണ്ടി. 2015 വണ്ടി. 2015 വണ്ടി എത്രക്ക്? 1.50 നെറ്റ് ചെയ്ത് കൊടുക്കും. 1.50. ചെറിയൊരു പൈസക്ക് ഒരു ഓട്ടോമാറ്റിക് വണ്ടി നോക്കുകയാണെങ്കിൽ ഒരു കാറ്റനെ നോക്കല്ലേ? KL16 ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? 2015 മോഡൽ. 2015 മോഡൽ. ഓൺഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്ററോ? കിലോമീറ്റർ 51,000 കിലോമീറ്റർ ഓടിയിട്ട്. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, നല്ല നീറ്റ് വണ്ടിയാണ്, 1 വർഷം വാറണ്ടി കൊടുക്കാം. അതുപോലെ ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. ഈ പ്രാവശ്യം ഡിസംബർ ഒരു സ്പെഷ്യൽ ഓഫർ, അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു കാർ ഉണ്ടെങ്കിൽ ആ കാറായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ മാക്സിമം നല്ല റേറ്റും തരും, അതുപോലെ തന്നെ ഒരു ബോണസും കയറും അല്ലേ? അതുകൂടാതെ നമുക്ക് ഈ സ്പെഷ്യൽ ഓഫർ എന്താ ഉള്ളത്? വേറെ എന്താ ഉള്ളത്? ഗോൾഡ് കോയിൻ ഉണ്ട് ഈ മാസം ഓഫറായി. ഡിസംബറിൽ ഗോൾഡ് കോയിൻ കൊടുക്കുന്നുണ്ട്. വർത്തിന്റെ പോളിഷിംഗ് ഉണ്ട്. 999 വർത്തിന്റെ പോളിഷിംഗ് കൊടുക്കുന്നുണ്ട്. പിന്നെ എക്സ്ചേഞ്ച് ബോണസ് ഉണ്ടാവും. എക്സ്ചേഞ്ച് ബോണസും വരും. അതുകൂടാതെ 2 ഇയർ വാറന്റി വരുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ വീഡിയോ എടുക്കുകയാണെങ്കിലും ഏത് ഷോറൂം ആണെങ്കിലും അതിന്റെ ക്വാളിറ്റി, വണ്ടിന്റെ ക്വാളിറ്റി ആണ് നോക്കേണ്ടത്. കാരണം ഒരു സ്ഥലത്ത് ഇപ്പോൾ ഈ ഒരു വണ്ടി ആണെങ്കിൽ ഇവിടെ 1.10 പറയുന്നുണ്ടെങ്കിൽ വേറെ സ്ഥലത്ത് 80 രൂപ ആണെങ്കിൽ ആ 30,000 രൂപന്റെ മാറ്റം ആ വണ്ടിന്റെ മുകളിൽ തന്നെ ഉണ്ടാവും. കാരണം വീഡിയോ കണ്ടിട്ട് പ്രൈസ് കൂടുതലാണ് കുറവാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വണ്ടി എടുത്തു കഴിഞ്ഞാൽ 2 ഇയർ വാറന്റി പക്കാണ്. അതുപോലെ തന്നെ 1 ഇയർ വാറന്റി വേറെ എന്താ വരുന്നത്? 1 ഇയർ വരുന്നത് 2014 ശേഷമുള്ള വണ്ടികൾക്കാണെങ്കിൽ 1 ഇയർ വാറന്റി ഉണ്ടാവും. 2017 ശേഷമുള്ള വണ്ടികൾക്ക് 2 ഇയർ വാറന്റി, 1 വർഷം റോഡ് അസിസ്റ്റന്റും വരുന്നുണ്ട്. ഒരുപാട് വണ്ടി, ഏകദേശം 100-ൽ പരം വണ്ടികൾ ഉണ്ടല്ലേ? ഇത് നമ്മുടെ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? ഇത് വെസ്റ്റിൽ അത്താണിക്കലാണ് വരുന്നത്. കോഴിക്കോട് വെസ്റ്റിൽ അത്താണിക്കലാണ് വരുന്നത്. തൊട്ടടുത്ത് സ്കോഡന്റെ ഷോറൂം ഉണ്ട്. അതുപോലെ തന്നെ BMW ഷോറൂം വരുന്നുണ്ട്. സർവീസ് സെന്റർ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ മഹീന്ദ്രന്റെ ഫസ്റ്റ് ചോയ്സ് വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങല്ലേ? ഫസ്റ്റ് തന്നെ ഉണ്ടായിന്റെ വെന്യൂ അങ്ങോട്ട് പോകല്ലോ. വെന്യൂ കാണിക്കുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് തന്നെ ഒരു i20 വന്നിട്ടുണ്ട്. i20 കാണിച്ചതാ. ഏതാ 2016 മോഡൽ അല്ലേ? മോഡൽ സ്പോർട്സ് ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വരുന്നത്. കിലോമീറ്ററോ? 58,000 കിലോമീറ്റർ. 4 പുതിയ ടയർ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്കാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. നമുക്ക് ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 5,15,000 രൂപ. 5,15 ഫൈനൽ ആയിട്ട് കൊടുക്കാം. മാക്സിമം ലോണും കയറും. ടയറൊക്കെ നോക്കിക്കോളെ, പുതിയ ടയറാണ്. അത്യാവശ്യം നല്ല പുതിയ ടയറാണ്. ഒന്നും ചെയ്യണ്ട, ഇവിടുന്ന് വണ്ടി എടുത്തു പോയാൽ മതി. 1 ഇയർ റോഡ് അസിസ്റ്റന്റ് വരുന്നുണ്ട്. 1 ഇയർ വാറന്റി വരുന്നുണ്ട്. ഒരു 50,000 റുപ്യന്റെ വണ്ടി ഇവിടെ നടക്കല്ലേ? ഓക്കെ, ഇനി തന്നെ ഉണ്ടായതിന്റെ വെന്യൂ നടന്ന് തുടങ്ങാം. മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ? മാനുവൽ ആണ് വരുന്നത്. ഡീസലോ പെട്രോളോ? പെട്രോൾ ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? 2021 വണ്ടി. 2021 വണ്ടി. ഓൺഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്ററോ? ഇത് 53,000. റീപ്ലേസ്മെന്റ് എന്താണോ? ബാക്കിൽ ഡിക്കിന്റെ ഗ്ലാസ് മാറിയിട്ടില്ല, ഡോർ ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്തു. ബാക്കിലത്തെ ഡിക്കി മൈനർ ആണ്. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് S+. പ്രൈസ് ആണ് വരുന്നത്? ഇത് 8,15. 8,15. എത്ര ലോൺ കയറും ഇതിന്? ഒരു 1 lakh ബാക്കിയൊക്കെ 1 lakh ലോൺ കയറും അല്ലേ? 1 lakh ബാക്കിയൊക്കെ ലോൺ ചെയ്യാം. 1 lakh ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം. വാറന്റി, കമ്പനി വാറന്റി ഉണ്ടോ? കമ്പനി വാറന്റി ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കണം. ഇല്ലേ എന്തായാലും കാറും ബൈക്കിന് എന്തായാലും 2 ഇയർ വാറന്റി എന്തായാലും വരും. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഒരു ബലാന വരുന്നുണ്ട്. ഏതാ മോഡൽ വരുന്നത്? ഇത് 2016 മോഡൽ. 2016 അല്ലേ വരുന്നത്? 16 മോഡൽ. ഡീസലോ പെട്രോളോ? ഇത് പെട്രോൾ ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? ഇത് ഫസ്റ്റ് ഓണർ വണ്ടി. 80,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ്. പ്രൈസ് ആണ് വരുന്നത്? ഇത് 5,70,000 രൂപ. 5,70,000 ലാസ്റ്റ് ആണോ? അതെ, ലാസ്റ്റ്. എല്ലാം ചെറിയ രീതിയിൽ നമുക്ക് എന്താ ചെയ്യാം. ഇത് സീറ്റ് ആണ് വേരിയന്റ് കേട്ടോ. ഒരു തൊട്ട് താഴെ ഫുൾ ഓപ്ഷന് തൊട്ടതായാണ് വരുന്നത്. അതായത് ചെറിയൊരു പൈസ, ഒരു 1 lakh ഉണ്ടെങ്കിൽ വണ്ടി വന്ന് സുഖമായിട്ട് ഇറക്കാം. ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ളതാണ് ഈ സാൻഡ്രോ. ഏതാ മോഡൽ വരുന്നത്? ഇത് 2022 ലോ കിലോമീറ്റർ വണ്ടി കേട്ടോ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 14,000 കിലോമീറ്റർ. 14,000 കിലോമീറ്റർ ഓടിച്ച സാൻഡ്രോ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വിളിച്ചോളി. അതുപോലെ തന്നെ ഹോണ്ട അമേസ് ഇവിടെ വരുന്നത്? അമേസ് ഡീസൽ ആണ് വരുന്നത്. ഇതേതാ മോഡൽ വരുന്നത്? 2019 മോഡൽ. 2019 മോഡൽ. ഓൺഷിപ്പ് വരുന്നത്? ഇത് സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്ററോ? കിലോമീറ്റർ വന്നിട്ട് 72,000 കിലോമീറ്റർ. 72,000. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സ്റ്റേരി കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈസ് എങ്ങനെ വരുന്നത്? ഡീസൽ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഹോണ്ട അമേസ് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടിയല്ലേ? പ്രൈസ് ആണ് വരുന്നത്? 8,75. 8,75. എത്ര ലോൺ കയറും? ഇതിന് കയറും. ഇതൊരു 1 lakh ബാക്കിയൊക്കെ 1 lakh ഉണ്ടെങ്കിൽ വണ്ടി സുഖമായിട്ട് ഇറക്കാം. ഈ ഹോണ്ട സിറ്റി കൊടുക്കുക, ടൊയോട്ടന്റെ യാരിസ് കൊടുക്കാനുള്ളതാണോ? യാരിസ് കൊടുക്കാനുള്ളതാണ്. യാരിസ് ഏതാ മോഡൽ വരുന്നത്? 2018 മോഡൽ. കേരള വണ്ടിയല്ലോ? കേരള വണ്ടി. CVT ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് 2022 അല്ലേ? 2018. സോറി, 2018 ഓട്ടോമാറ്റിക് യാരിസ് ആണ് വരുന്നത്. ഓൺഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർ. 22,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഉണ്ട്, ചെറിയ ബോണ്ട് ഒന്ന് മാറിയിട്ടുണ്ട്. ഉള്ളിലേക്ക് അപ്രോൺ കാര്യങ്ങളൊന്നുമില്ല. കമ്പനി കിലോമീറ്റർ വളരെ കുറവ്. 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 22 ഓടിയിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ 2 വർഷത്തെ കാറും ബൈക്കിന്റെ വാറന്റി. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് 8,25 കൊടുക്കും. 8,25 അല്ലേ? ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് കാണിക്കാനുള്ള ഏതാണ്? ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഒരു ഐട്ടൺ ആണ് വരുന്നത്.
ഏതാ മോഡൽ വരുന്നത്? 2013 ആസ്റ്റ ഓപ്ഷൻ. 2013 വരുന്നത്. ആസ്റ്റ 1.2 ആണ് വരുന്നത്. ഓൺഷിപ്പ് വരുന്നത് ഇത് സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്ററോ? കിലോമീറ്റർ വന്നിട്ട് ഇത് 46,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, നല്ല വണ്ടിയാ, നല്ല വൃത്തിയുള്ള വണ്ടിയാട്ടോ. 2013 പറയുമ്പോൾ ഞാൻ ഒന്ന് ഞെട്ടിപ്പോയി, കാരണം ഇതിന്റെ വൃത്തി കൊണ്ടാണെന്ന് തോന്നുന്നു. ഓപ്ഷൻ തട്ട് കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത് 370. എത്ര ലോൺ കയറും ഇതിന്? കയറും ഒരു 50,000 രൂപ. 50,000 രൂപ 2013 ആയിട്ടാണ് 1.2 ആസ്റ്റ വണ്ടി ഇവിടെ നടക്കല്ലേ. അതുപോലെ തന്നെ ഒരുപാട് വണ്ടികളുണ്ട്, ഏകദേശം 100 പേരെ വണ്ടികളുണ്ടല്ലേ. 140 മേലെ സ്റ്റോക്ക്, 140 മുകളിലുണ്ട്. നമ്മളെല്ലാ വണ്ടികളൊന്നും കാണിക്കുന്നില്ല, കുറഞ്ഞ വണ്ടികൾ മാത്രം, ആവശ്യമുള്ള കുറഞ്ഞ വണ്ടി. ഇത് ഫോണിന്റെ എക്കോസ്പോർട്ടും അതുപോലെ തന്നെ ഇഗ്നിസ്, ടെസ്റ്റർ, ബ്രസ, ഒരുപാട് മോഡൽ ഉണ്ടല്ലേ. ടെസ്റ്റർ ഒക്കെ ഉണ്ട്. ബ്രസ ഡീസൽ ബ്രസ ഡീസൽ വരുന്നുണ്ടല്ലേ. ബ്രസ ഏതാ മോഡൽ വരുന്നത്? ഇത് 2000 ഓ, ഞാൻ തടി കുറവല്ലേ. ഇതേതാ മോഡൽ? 2019 ഡീസൽ. ഇപ്പൊ കിട്ടാത്ത സാധനമാണ് ഡീസൽ. 2019 ഡീസൽ. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് VDI മിഡിൽ ഓപ്ഷൻ വണ്ടി. മിഡിൽ ഓപ്ഷൻ ആണ് വരുന്നത്. ഓൺഷിപ്പ് വരുന്നത് ഇത് സിംഗിൾ ഓണർ. കിലോമീറ്റർ വളരെ കുറവ്, 30,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇഷ്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ടയർ വരുന്നുണ്ട്. പ്രൈസ് ആണ് വരുന്നത്? ഇത് 945 നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. 945 ഫൈനൽ ആക്കി കൊടുക്കാം. ലാസ്റ്റ് ചെറിയ രീതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. 45 നമ്മൾ ചോദിക്കുന്ന റേറ്റ് ചെറിയ രീതിയിൽ എന്തെങ്കിലും എന്തായാലും നെഗോഷ്യബിൾ എന്തായാലും ഉണ്ടാവും. ഒരു 1 lakh ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി കൊടുക്കാം. നല്ല മൈലേജ് ഉള്ള വണ്ടി. ഇഗ്നിസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് മോഡൽ ഉണ്ട്. ഇനി നമുക്ക് ബാക്ക് ഭാഗത്ത് പോകും അല്ലേ. അതുപോലെ തന്നെ ചെറിയൊരു പൈസക്ക് ഒരു ഓട്ടോമാറ്റിക് വണ്ടി നോക്കുകയാണെങ്കിൽ ഒരു കാറ്റനെ നോക്കല്ലേ. 16 ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? 2015 മോഡൽ. 2015 മോഡൽ. ഓൺഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്ററോ? കിലോമീറ്റർ 51,000 കിലോമീറ്റർ ഓടിയിട്ട്. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, നല്ല നീറ്റ് വണ്ടിയാണ്. 1 വർഷം വാറണ്ടി കൊടുക്കാം. അതുപോലെ തന്നെ LXi എല്ലാം മക്കളെ VXi ആണ് വരുന്നത്. ഈ ഓപ്ഷൻ മാറുമ്പോൾ പ്രൈസിനും ചെറിയൊരു മാറ്റം വരും. അധികം ആൾക്കാരും അതൊന്നും നോക്കുന്നില്ല, കാരണം മറ്റേതെങ്കിലും സ്ഥലത്തുള്ള പ്രൈസ് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതായിട്ട് കമ്പയർ ചെയ്യും. LXi ആണോ, VXi ആണോ, VDI ആണോ, എല്ലാ ഓപ്ഷൻസുകളും കാര്യങ്ങളും എന്തായാലും നോക്കണം. അപ്പൊ VXi അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വണ്ടി, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈസ് എങ്ങനെ വരുന്നത്? 3,40,000 രൂപ. 3,40,000. 2015 ആണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണോ? ചെറിയ രീതിയിൽ നെഗോസിയേഷൻ ചെയ്ത് കൊടുക്കാം. ഒരു ഗോൾഡ് വൈൻ കൊടുക്കാം. ഒരു ഗോൾഡ് വൈൻ കൊടുക്കാം. ചെറിയ രീതിയിൽ ഇതും വരും. 1 year വാറന്റി വരും. 1 year റോഡ് അസിസ്റ്റന്റും വരും. പ്രൈസ് 3,45. പ്രൈസിൽ എന്തായാലും മാറ്റം 3,40. അതൊന്നും എന്തായാലും പ്രൈസ് മാറ്റം വരും. ഒരു 50,000 രൂപ വണ്ടി ഇവിടെ ഇറക്കാം. ഈ സ്വിഫ്റ്റ് കൊടുക്കാനുള്ളതാണോ? 2017 VXi. 2017 VXi ആണ് വരുന്നത്. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ ഇത് 51,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ്മെന്റ് എന്താണോ? ഇത് റീപ്ലേസ്മെന്റ് ബോണ്ട് മാത്രം ഒന്ന് മാറിയിട്ടുണ്ട്. മേജർ അല്ല, മെയിൻ ക്ലാസ് മാറിയിട്ടില്ല, ബോണ്ട് മാത്രം. ബോണറ്റ് മാത്രമാണ് മാറിയത്. ഉള്ള അപ്രോൺ ബോണ്ട് അല്ല, മെയിൻ ക്ലാസ് ആണ് മാറിയത്. മെയിൻ ക്ലാസ് ആണ് മാറിയത്, ബോണറ്റ് അല്ല മാറിയത്. ഓക്കേ, മെയിൻ ക്ലാസ് ആണ് മാറിയത്. വല്ല ക്രാക്ക് ഉണ്ടായിട്ട് മാറുന്നതാണ്. ഗ്ലാസ്സിൽ കല്ല് തട്ടിയാലൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും വീണിട്ട് പൊട്ടുന്നത്. വേറെ തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് 5,35,000 രൂപ കൊടുക്കാം. 5,35 2017 മോഡൽ VXi ആണ് വരുന്നത്. കിലോമീറ്റർ എത്ര പറഞ്ഞത്? ഇത് 51,000. 51,000. 2 വർഷം വാറന്റി. 2 വർഷം വാറന്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ പ്രൈസിൽ മാറ്റം വരും. അതായത് 60,000 70,000 രൂപ വണ്ടി ഇവിടെ നടക്കാം. ഇവ നെക്സ്റ്റ് കാണിക്കാനുള്ളതാണ്. നെക്സ്റ്റ് ഇതാ ഇപ്പൊ i20 വേണേ തരാം. 2014 i20 ഉണ്ട്. ഇതാ ഈ ബ്ലൂ ആണോ? അതെ, ബ്ലൂ 2014 i20 സ്പോർട്സ് പ്ലസ് കേട്ടോ. സ്പോർട്സ് പ്ലസ് ആണ്. ഹ്യുണ്ടായിന്റെ വണ്ടികൾക്കാരാണ് ഫീച്ചേഴ്സ്, അത്രത്തോളം ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ്. ഓൺഷിപ്പ് വരുന്നത്? ഇത് സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്ററോ? ഇത് 93,000 കിലോമീറ്റർ. ആസ്കിങ് സിംഗിൾ ഓണർ ആണ്. 2014 മോഡൽ സ്പോർട്സ് കേട്ടോ. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടിന്റെ റേറ്റ് വരുന്നത് 4,75. 4,75 ആണ് വരുന്നത്. എത്ര ലോൺ കയറും? ഇതിന് കയറും. ഇതിനൊരു 50,000 രൂപ ഉണ്ട്. ബാക്കിയൊക്കെ നമുക്ക് കൊടുക്കാം. 50,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇവിടെ നടക്കാം അല്ലേ. അതുപോലെ തന്നെ പോളിഷിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വരുന്നുണ്ടല്ലേ. പോളിഷിംഗ് ഒക്കെ ഇവിടെ തന്നെ. ഞങ്ങൾക്ക് ഡെലിവറി ഉള്ള വണ്ടിയാണ്. ഡെലിവറി ഉള്ള വണ്ടികൾക്ക് മാക്സിമം പോളിഷിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അടിപൊളിയാക്കി തന്നെയാണ് കൊടുക്കുന്നത്. നോർമൽ പോളിഷ് അല്ല, വർത്ത് എന്ന് പറഞ്ഞ കമ്പനിയുടെ ജർമ്മൻ കമ്പനിയുടെ പോളിഷിംഗ് ചെയ്തത്. വാറന്റി വരുന്നുണ്ടോ ഈ പോളിഷിംഗിന്? ഇതിപ്പോ വാറന്റിന്റെ ഇതും പാക്കേജും വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് നോർമൽ പാക്കേജ് ആണ് കൊടുക്കുന്നത്. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് കാണിക്കാനുള്ളതാണ്. ഇനി വരുന്നത് പോളോ ഉണ്ട്. നെക്സോണിന്റെ പോളോ എന്താ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? 2017 മോഡൽ. 2017 മോഡൽ. പെട്രോളോ? പെട്രോൾ ആണ് വരുന്നത്. കംഫർട്ട് ലൈൻ ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? ഇത് സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ കുറച്ച് ഓടിയുണ്ട്, പക്ഷേ കറക്റ്റ് സർവീസിംഗ് പോയ വണ്ടിയാണ്. 1,14 ഓട്ടോമാറ്റിക്. 1,14 ഓടിയിട്ടുണ്ട്. പെട്രോൾ. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററിയൊക്കെ ഉണ്ട്. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് 5,40,000 രൂപ കൊടുക്കും. 5,40,000. 2017 പറഞ്ഞു. 2017 വോൾസാന്റെ പോളോ 5,40 ആണ് പറഞ്ഞത്. എത്ര ലോൺ കയറും?
ഇതിന് കയറും. ഇതിന് 5 lakhs അടുത്ത് വരെ നല്ല ട്രാക്കുള്ള കസ്റ്റമറാണ്. 50,000 രൂപ വണ്ടി പോലെ സുഖമായിട്ട് ഇവിടെ നടക്കാം അല്ലേ? പോളോ വേറെ ഏതോ ഉണ്ടോ? പോളോ ഉണ്ടല്ലോ, നമുക്ക് റെഡ് ഉണ്ട്. റെഡ് പോളോ വന്നിട്ട് സർവീസിന് ഇപ്പോൾ കൊടുത്തു. അന്ന് വന്ന വണ്ടി ഉണ്ട്. ഇന്ന് വന്ന വണ്ടി ഉണ്ടോ? സർവീസിന് കൊടുത്തിട്ടുണ്ട്. ഇവ നെക്സ്റ്റ് കാണിക്കാനുള്ള ഏതാണ്? നെക്സോണോ? ടാറ്റന്റെ നെക്സോൺ ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? ഇത് 2018 മോഡൽ സിംഗിൾ സെക്കൻഡ് ഓണർ, 42,000 കിലോമീറ്റർ, ഓട്ടോമാറ്റിക് കേട്ടോ. ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അല്ലേ? AMT ഗിയർ ബോക്സ്. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല കറക്റ്റ് ഓടിച്ചിട്ട് നല്ല ഡ്രൈവിംഗ് കംഫർട്ട് ഉള്ള വണ്ടിയാണ്. 2018 അല്ലേ പറഞ്ഞത്? പ്രൈസ് ആണ് വരുന്നത്. ഇത് 7,50,000 രൂപ കൊടുക്കാം. 50, അതായത് ഒരു 1 lakhിനുള്ളിൽ വണ്ടി ഇവിടെ ഇറക്കാം. അത്യാവശ്യം ട്രാക്ക് ഉള്ള ഒരാളാണെങ്കിൽ 1 lakhിനുള്ളിൽ ഇറക്കാം. ഇനിയിപ്പോ നെക്സ്റ്റ് കാണിക്കാനുള്ളതാണ് സാൻഡ്രൊക്കെ ഏതാ മോഡൽ വരുന്നത്? ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2008 മോഡൽ. 2008 നമുക്ക് എത്ര കൊടുക്കാം? ഒരു 1,20 ആ റേഞ്ചിലൊക്കെ. 1,20 2008 സാൻഡ്ര കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് ഏതാണ്? ടിയാഗോ വരുന്നത്. ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ? ഇത് മാനുവൽ വണ്ടി. മാനുവൽ ഏതാ ഓപ്ഷൻ വരുന്നത്? 21 മോഡൽ എക്സെന്റ് പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത്. 2021 കിലോമീറ്റർ 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു 9,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കും. സിംഗിൾ ഓണർ. റീപ്ലേസ്മെന്റ് എന്താണ്ടോ? ഒന്നുമില്ല. കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈസ് ആണ് വരുന്നത്. ഇത് 6,25. 6,25,000. 2021 9,000 കിലോമീറ്റർ ഓടിച്ച ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത്. പുതിയതിന് വരുന്ന റേറ്റ് 8,45 അടുത്ത് റേറ്റ് ഉണ്ട് കേട്ടോ. 8,45 എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ 9,000 ഒരു പുതിയ നോക്കുന്ന കസ്റ്റമേഴ്സിന് എടുക്കാൻ പറ്റിയ 9,000 കിലോമീറ്റർ ഓടിച്ച വണ്ടി. പ്രൈസ് നെഗോഷ്യബിൾ അല്ലേ? ചെറിയ രീതിയിൽ ഒരു 60,000-70,000 വണ്ടി ഇവിടെ നടക്കാം. ഇനിയിപ്പോ നെക്സ്റ്റ് കാണിക്കാനുള്ള ഏതാണ് നമുക്ക്? ഇനിയിപ്പോ വരുന്നത് നിയോസ് വരുന്നുണ്ട്. നിയോസ് ഏതാ വരുന്നത്? ഐറ്റൻ ഏതാ മോഡൽ വരുന്നത്? ഐറ്റൻ കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. 2020 മോഡൽ. ഓണർഷിപ്പ് വരുന്നത്? ഇത് സെക്കൻഡ് ഓണർ, 40,000 കിലോമീറ്റർ, ഫുൾ ഓപ്ഷൻ വണ്ടി. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈസ് എത്ര കൊടുക്കാം നമുക്ക്? ഇത് 6,65 ലാസ്റ്റ് കൊടുക്കും. 6,65 ഫൈനൽ ആയിട്ട് കൊടുക്കാം. ചെറിയ രീതിയിൽ നോക്കാം. നല്ല ഡീലൊക്കെ ആണെങ്കിൽ 2 ഇയർ വാറന്റി എന്തായാലും കയറും. 1 ഇയർ റോഡ് അസിസ്റ്റന്റും കയറും. അതായത് ഒരു 70-80 രൂപയുടെ വണ്ടി ഇവിടെ നടക്കാം. ഇപ്പൊ നെക്സ്റ്റ് കാണിക്കാനുള്ളതാണ് ഡീസലിൽ നല്ല മൈലേജ് ഒരു വണ്ടി കാണിച്ചത്. സ്മാർട്ട് ഹൈബ്രിഡ് എക്സ്ക്രോസ്. അതായത് 7 സീറ്റർ ആണോ? 5 സീറ്റർ? 5 സീറ്റർ ആണ് വരുന്നത്. 5 സീറ്റർ 2018 മോഡൽ. 2018 മോഡൽ. ഓണർഷിപ്പ് വരുന്നത്? ഇത് സെക്കൻഡ് ഓണർ നിലവിൽ. കിലോമീറ്ററോ? 60,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈസ് ആണ് വരുന്നത്? ഇത് 8.5 ആണ് ആസ്ക് ചെയ്യുന്നത്. 8,40 നമ്മൾ കൊടുക്കും. 8,40 ലാസ്റ്റ് കൊടുക്കാം. സ്മാർട്ട് ഹൈബ്രിഡ് ആട്ടോ. ഹൈബ്രിഡ് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന വണ്ടിയാണ്. 20 പുറത്ത് മൈലേജ്. 20 പുറത്ത് എന്തായാലും മൈലേജ് കിട്ടും. ഇതിന്റെ 7 സീറ്ററും വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ള ഏതാണ്? ഇനി WRV കാണിക്കാം. ഹോണ്ടന്റെ WRV അല്ലേ? ഹോണ്ടന്റെ WRV 16,000 കിലോമീറ്റർ. ഏതാ മോഡൽ വരുന്നത്? ഇത് വരുന്നത് 2018 മോഡൽ. ഐവിടെക് VX ആണ് വരുന്നത്. VX ഫുൾ ഓഫ് സൺറൂഫ് അടക്കമുള്ള വണ്ടി കേട്ടോ. പ്രൈസ് ആണ് വരുന്നത്? ഇത് വരുന്നത് 8,40 കൊടുക്കാൻ പറ്റില്ല. 8,40 ഫൈനൽ ആക്കി കൊടുക്കാം. കിലോമീറ്റർ എത്ര ആയിരുന്നു പറഞ്ഞത്? 14,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓട്ടോ ഓടിയിട്ടുള്ളൂ. 14,000 ഓടിയിട്ടേ ഉള്ളൂ. ഓക്കെ. ഇനിയിപ്പോ നെക്സ്റ്റ് കാണിക്കാനുള്ളതാണ്? ഇനിയിപ്പോ നമുക്ക് കാണിക്കാനുള്ളത് ഈ വാഗ്നർ ഏതാ മോഡൽ വരുന്നത്? ഇത് വണ്ടി വന്നിട്ടുള്ള റേറ്റ് ആയാലും 2020 ആണ് വണ്ടി. 2020. ഇതിപ്പോ റേറ്റ് ആവുന്നേ ഉള്ളൂ. റേറ്റ് ആവണുള്ളൂ അല്ലേ? വണ്ടി ഇവിടെ വണ്ടികളുണ്ട്. റെഡ് സ്വിഫ്റ്റ് ഉണ്ട്, 2016 മോഡൽ സ്വിഫ്റ്റ് ഉണ്ട്, സിൽവർ 15 മോഡൽ സ്വിഫ്റ്റ് ഉണ്ട്. ഇഷ്ടം മോഡൽ ഇതാ സ്വിഫ്റ്റ് വരുന്നുണ്ട്. സ്വിഫ്റ്റ് 1-2 മോഡൽ വരുന്നുണ്ട്. ഒരുപാട് മോഡൽ ഉണ്ട്. ഇയോൺ അല്ല അത് വരുന്നത്? ഇയോൺ ഉണ്ട്. ഇയോണൊക്കെ കുറഞ്ഞ റേറ്റിന്റെ ആട്ടോ. ഇയോൺ ഏതാ മോഡൽ വരുന്നത്? ലാസ്റ്റ് നമുക്ക് 1,50 നമുക്ക് നെറ്റ് 1,50. ഏതാ മോഡൽ വരുന്നത്? 2015 വണ്ടി. 2015 വണ്ടി. 2015 വണ്ടി എത്രക്ക്? 1,50 നെറ്റ് ചെയ്ത് കൊടുക്കും. 1,50. 50. അതെ 5.0. 2015 ഇയോൺ 1,50 ലാസ്റ്റ് കൊടുക്കാം. റീപ്ലേസ്മെന്റ് എന്തുണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇയോണൊക്കെ 1,50 ആണ് റേറ്റ് വരുന്നത്. ബോഡി ഒന്ന് പെയിന്റിംഗ് ചെയ്യാനുള്ളൂ. മെക്കാനിക്കലി വണ്ടി ഫുൾ ഫിറ്റ് ആണ്. ഫുൾ ഫിറ്റ് ആണ് വരുന്നത്. ഇങ്ങനെ പെയിന്റിംഗ് വർക്ക് ഉണ്ട് ചെറിയ രീതിയിൽ. ഈ കിഡൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഇതൊക്കെ 3,60 ആ റേഞ്ചിൽ. ഏതാ മോഡൽ വരുന്നത്? 2018 മോഡൽ. 2018 കിഡ് 3,60 ആണ് വരുന്നത്. ഈ i20യോ? ഇത് i20 ആക്റ്റീവ് ആണ് വരുന്നത്. 5,25 ആ റേഞ്ച് വരും. ഏതാ മോഡൽ വരുന്നത്? ഇത് 2016 മോഡൽ. 2016 മോഡൽ i20 വരുന്നത് 5,60 അല്ലേ? ഓക്കെ. നമ്മൾ ഏകദേശം ഒരുപാട് വണ്ടികൾ കാണിച്ചല്ലേ? നമ്മളിത് കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? ഇത് വെസ്റ്റിൽ അത്താണിക്കലാണ്. ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. എല്ലാ ബ്രാൻഡഡ് വണ്ടികളും അവൈലബിൾ ആണ്. മാക്സിമം റേറ്റ് കുറച്ചിട്ട് നിങ്ങൾ വന്നാൽ മതി. ഡിസംബറിൽ നമുക്ക് ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം ഡിസംബർ ഇയർ എൻഡ് ഓഫർ ആയതുകൊണ്ട് മാക്സിമം ഓഫർ കാര്യങ്ങൾ ഉണ്ടാവും. ഇന്നത്തെ ഓഫർ ആയിരിക്കില്ല, നാളത്തെ ഓഫർ. ഇന്ന് നമ്മളെ വീഡിയോയിൽ പറഞ്ഞ ഓഫർ എന്തായാലും ഉണ്ടാവും. അതുകൂടാതെ നിങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടി വരുമ്പോൾ അടുത്ത ഓഫർ എന്തായാലും ഇതിന്റെ കൂടുതലേക്ക് എന്തായാലും അപ്ഡേഷൻ എന്തായാലും കയറും അല്ലേ? അപ്പോൾ തൽക്കാലം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. ഇത് കറക്റ്റ് നമ്മുടെ കോഴിക്കോട് വെസ്റ്റിൽ മഹീന്ദ്രന്റെ ഫസ്റ്റ് ചോയ്സ് ഷോറൂമാണ് വരുന്നത്. സ്കോഡറിന്റെ ഷോറൂമിന് എടുത്തു. അതുപോലെ തന്നെ BMW സർവീസ് സെന്റർ നേരെ ഓപ്പോസിറ്റ് ആണ് ഷോറൂം വരുന്നത്. അപ്പോൾ അടിയിൽ നമ്പർ കൊടുക്കാൻ നേരങ്ങൾ വിളിച്ചോളി.